നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പി ദിവ്യക്കെതിരെ കൂടുതൽ ആരോപണവുമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ്. ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് ജില്ലാ പഞ്ചായത്ത് കരാറുകൾ നൽകിയതിൽ ദുരൂഹതയുണ്ടെന്ന് മുഹമ്മദ് ഷമാസ് ആരോപിച്ചു. ദിവ്യയുടെ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ഭൂമിരേഖയിൽ കൃഷിയാണ് വരുമാന മാർഗമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദിവ്യക്കെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും മുഹമ്മദ് ഷമാസ് വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറുകളും ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രക്കാണെന്ന് മുഹമ്മദ് ഷമാസ് പറഞ്ഞു. ദിവ്യ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ 10.47 കോടിയുടെ കരാർ ഈ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് ലഭിച്ചു. ഈ കരാറുകളെല്ലാം നൽകിയിരിക്കുന്നത് നേരിട്ടാണ് എന്നതാണ് ശ്രദ്ധേയം. ജില്ലാ നിർമ്മിതി കേന്ദ്ര നേരിട്ടല്ല പ്രവർത്തികൾ നടത്തുന്നത്. നിർമ്മിതി കേന്ദ്രയ്ക്ക് നൽകിയ പദ്ധതി ഏറ്റെടുത്തു നടത്തിയത് ദിവ്യയുടെ ബെനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് ലിമിറ്റഡ് ആണെന്നും മുഹമ്മദ് ഷമാസ് ആരോപിച്ചു. അരുൺ കെ വിജയൻ കളക്ടറായ ശേഷം മാത്രം 5.25 കോടിയുടെ കരാർ നൽകിയതിൽ സംശയമുണ്ടെന്ന് മുഹമ്മദ് ഷമാസ് പറഞ്ഞു. പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് വലിയ രീതിയിലുള്ള അഴിമതിയും ബിനാമി ഇടപാടുകളും നടന്നത്. അതിന്റെ ഒരു തെളിവ് മാത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇന്നിപ്പോ പി ദിവ്യ തന്നെ നിയമ നടപടിയെന്നും പരിഹാസവും ഒക്കെയായി എനിക്കെതിരെ ഉൾപ്പെടെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങളും തെളിവുകളും ഒക്കെ പുറത്തുവിടേണ്ട ബാധ്യതയും എനിക്കുണ്ട്. ആ ബാധ്യത കൂടെ ഞാൻ നിറവേറ്റുകയാണ്. പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ ഉൾപ്പെടെയുള്ള കരാറുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്ന് കഴിഞ്ഞ ദിവസം ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ലഭിച്ച കരാറുകളായിരുന്നു, അതിന്റെ ഇടപാടുകളായിരുന്നു. അത് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കുകയുണ്ടായി. കളക്ടറും സംശയനിഴലിലാണെന്നും അന്വേഷണം വേണമെന്നും ഷമാസ് ആവശ്യപ്പെട്ടു. ഈ കമ്പനിയുടെ ഡയറക്ടറായ മുഹമ്മദ് ആസിഫിന്റെ ഭൂമിയോട് ചേർന്ന് അതേ സർവേ നമ്പറിൽ തൊട്ടടുത്ത് അതിലുള്ള സ്ഥലം പി ദിവ്യയുടെ ഭർത്താവിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. കാർട്ടൺ ഇന്ത്യ കമ്പനി ഡയറക്ടറുടെയും ദിവ്യയുടെ ഭർത്താവിന്റെയും സ്ഥലം ഇടപാട് രേഖകൾ തയ്യാറാക്കിയത് ഒരു ഓഫീസിൽ ഒരേ അഭിഭാഷകനാണെന്നും മുഹമ്മദ് ഷമാസ് ആരോപിച്ചു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.